മസ്താനി ഔട്ടാവാൻ കാരണം ഇതാണ്. പക്ഷെ മസ്താനി ഒരു മോശം ഗെയിമർ അല്ല. കൂടുതൽ അറിയാൻ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. മസ്താനി ഇന്റർവ്യൂയിലൂടെ ഒക്കെ ഒരുപാട് ആളുകൾക്ക് അറിയുന്ന പരിചിതമായ മുഖമാണ് മസ്താനി. വൈൽഡ് കാർഡായി വന്ന സമയം തൊട്ട് രേണുസുദ്ദീനെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ടാണ് കയറി വന്നത്. അന്ന് തൊട്ടേ ഹൈറ്റേഴ്സിന്റെ എണ്ണം കൂടി. മസ്താനിയുടെ സംസാരമൊന്നും ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മസ്താനി ഷാനവാസുമായിട്ട് ഇഷ്യൂ ഉണ്ടായി. എന്താണ് ഒന്നും അറിയാതെയാണ് മസ്താനി അവിടെ വന്നിരിക്കുന്നത്. ഗെയിം ഒരു ചുക്കും അറിയത്തില്ല സത്യം പറഞ്ഞു. മസ്താനി എന്ന് പറഞ്ഞ ഒരു മോശം ഗെയിമർ അല്ല, അത്യാവശ്യം അവിടെ കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ മസ്താനി ഔട്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കട്ട നെഗറ്റീവാണ് പുറത്തുണ്ടായത്. കട്ട നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പക്ക കട്ട നെഗറ്റീവ്. അതുകൊണ്ട് മാത്രമാണ് മസ്താനി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത്, വേറെ ഒന്നുമല്ല. ഇല്ലേ ഇത്രയും കണ്ടന്റ് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ചെയ്യുന്ന പെട്ടെന്ന് പോകത്തില്ല. പിന്നെ ഈ മസ്താനി പല കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളെല്ലാം അകത്ത് വന്ന് പറഞ്ഞത് ഒക്കെ കട്ട നെഗറ്റീവിനിടയായി. പിന്നെ ഒണിയനുമായിട്ടുള്ള വിഷയങ്ങൾ അത് ഇവളോട് ലക്ഷ്മിയോട് പറഞ്ഞ് ലക്ഷ്മി അത് ഭൂകമ്പം സൃഷ്ടിച്ച്. പിന്നെ ആദില നൂറായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല ആളുകളുമായിട്ടും ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം പുറത്ത് കട്ട നെഗറ്റീവ് ഉണ്ടാകും. പിന്നെ അപ്പാനി പോയപ്പോൾ ആവശ്യമില്ലാത്ത സന്തോഷങ്ങൾ കാണിച്ചതും ഒക്കെ കട്ട നെഗറ്റീവ് കാരണമായി. അതുകൊണ്ടാണ് ആരെയും പോകാൻ നേരത്ത് ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ അപ്പാനിക്കാണ്. ഇതെല്ലാം മസ്താനിക്ക് കട്ട നെഗറ്റീവ് കാരണമായി. പക്ഷെ മസ്താനി ഒരു മോശം ഗെയിമറല്ല, അത്യാവശ്യം നല്ല കണ്ടന്റ്. ഈ സാബുമാനൊക്കെ അവിടെ എന്താണ് കാണിക്കുന്നത്? ഒന്നും കാണിക്കുന്നില്ല. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മസ്താനി അവിടെ നല്ലപോലെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. മസ്താനി വന്ന സമയം തൊട്ടേ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് കട്ട നെഗറ്റീവായപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.